അടുത്തത് നമ്മൾ പറയുന്നത് അക്കൗണ്ട്സിലേക്ക് പ്രോബ്ലം ഏരിയയിലേക്ക് കിടക്കാം. ഇവിടെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ 3 മെത്തേഡുകളാണ്. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തായി, ചാപ്റ്റർ ഈസ് ഓവർ. പിന്നെ ഇതിൽ കുറച്ച് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്, അതും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ അല്ലേ? നോക്കാം. ഒന്നാമത് പറഞ്ഞത് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. രണ്ടാമത് പറയുന്നത് നോ സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. എന്നിട്ടൊരു പോയിൻ്റ് ഉണ്ട്, എന്താ, ഈച്ച് കോവെഞ്ചേഴ്സ് കീപ്പ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. രസം എന്താ വെച്ചാൽ ഈ 2ഉം 3ഉം ഒന്നാ, കണ്ട, ഒന്ന് വായിച്ചു നോക്ക്. 2 നോ സെപ്പറേറ്റ് സെറ്റ് ഓഫ്, വായിക്കട്ടെ, നോ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. ഇവിടെ എന്താണ്, നോ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആർ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ. സെയിം ആണല്ലോ അല്ലേ? പക്ഷെ പിന്നെ വരുന്ന പോയിന്റ് വ്യത്യാസം എന്താ, കോവെഞ്ചേഴ്സ് കീപ്പ് റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. അടുത്ത എന്താ, കോവെഞ്ചേഴ്സ് റെക്കോർഡ് ഓൺ ട്രാൻസാക്ഷൻ ഓൺലി. ഓക്കെ അല്ല? അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് കാര്യം പറയാം. അപ്പം ഞാനും അമലും തമ്മിലുള്ള ബിസിനസ്സാണ്. സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അമലിനൊരു ബിസിനസ് ഉണ്ട്, എനിക്കൊരു ബിസിനസ് ഉണ്ട്. ഞാൻ പടക്ക കച്ചവടക്കാരനാണ്, അമലും തന്നെയാണ് പടക്ക കച്ചവടക്കാരനാണ്. ഓക്കെ അല്ലേ? പക്ഷേ ചില ദീപാവലി സീസണിലൊക്കെ നമ്മുടെ ടൗണിൽ, എടപ്പാൾ ടൗണിലൊക്കെ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് എന്ത് ചെയ്യില്ല, നടക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും വേറെ വേറെ സ്റ്റാൾ ഇടുമ്പോൾ എന്ത് ചെയ്യണം, അവൻ്റെ സ്റ്റാള് കുറ്റിപ്പുറത്താണ്, എൻ്റെ സ്റ്റാള് ചങ്ങരകുളത്താണ്. അപ്പോൾ എടപ്പാൾ ഞങ്ങൾക്കൊരു വലിയ ഗംഭീരമായിട്ട് എന്ത് ചെയ്യണം, വേറെ ടീമിനൊക്കെ കോമ്പറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് തന്നെ ഫണ്ട് ഇറക്കി കളിക്കണം. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടെ സംസാരിച്ചിട്ടാണ് ഇവിടെ എടപ്പാൾ ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഗോയിങ് കടിച്ച് എന്നുള്ള രീതിയിൽ ഞാനൊരു സോൾ പ്രൊപ്പറേറ്ററാണ്, ഇവനെന്താണ്, ഒരു സോൾ പ്രൊപ്പറേറ്ററാണ്. അത് വേറെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ പ്രത്യേകം കാരണമുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ 2 പേരും കൂടെ ഉള്ള മറ്റൊരു സ്ഥാപനമാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ഈ ജോയിൻറ്റ് വെഞ്ചർ എടപ്പാളിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ വെച്ച് അയാൾക്ക് എന്ത് ചെയ്യണം, സിസ്റ്റവും ടാലി ആണെന്ന് വിചാരിക്കുക, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ കൊടുത്ത് അയാളെ കൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ എന്ന് പറയാം. ഓക്കെ ആണോ? അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നോ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ടിങ് ചെയ്യില്ലെന്നാണോ? അല്ല, അക്കൗണ്ടൻറ്റിനെ എടപ്പാൾ വെച്ചിട്ടില്ല, വെക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അമലിന് ബിസിനസ് ഉണ്ട്, അവിടെ അക്കൗണ്ടൻ്റ് ഇല്ലേ? എൻ്റെ അടുത്ത് ബിസിനസ് ഉണ്ട്, അവിടെ അക്കൗണ്ടൻ്റ് ഇല്ലേ? അവർക്കങ്ങ് ചെയ്താൽ പോരെ? ഓക്കെ അല്ലേ? അപ്പോൾ അമൽ എന്ത് ചെയ്യും, അമലിൻ്റെ ബുക്കിൽ അക്കൗണ്ട്സ് ചെയ്യും. ഷാക്കിർ എന്ത് ചെയ്യും, ഷാക്കിറിൻ്റെ ബുക്സിൽ അക്കൗണ്ട്സ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അടുത്ത ഈ 2 തമ്മിൽ എന്താ വ്യത്യാസം, 2ഉം 3 എന്നാണ്. ഈച്ച് കോവെഞ്ചേഴ്സ് റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ എക്സാമ്പിൾ അമലില്ലേ, അമൽ എടപ്പാൾ നടക്കുന്ന ഞങ്ങളുടെ കോവെഞ്ചറിലെ അമലിൻ്റെ അക്കൗണ്ടൻറ്റ്, അഥവാ അമൽ എന്ന കോവെഞ്ചറുടെ അക്കൗണ്ടൻറ്റ് എടപ്പാളുള്ള കോവെഞ്ചറിൻ്റെ അഥവാ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ എല്ലാ റെക്കോർഡ്സും ആര് കീപ്പ് ചെയ്യും, അമൽ കീപ്പ് ചെയ്യും. അമൽ പറഞ്ഞ അമലിൻ്റെ അക്കൗണ്ടൻറ്റ്. ഓക്കെ അല്ലേ? അതേപോലെ ഷാക്കിറും എന്ത് ചെയ്യും, എടപ്പാളിലെ എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് മാച്ച് ചെയ്യാൻ പറ്റും. അമലിൻ്റെ അക്കൗണ്ടൻറ്റ് ചെയ്തും ഷാക്കിറിൻ്റെ അക്കൗണ്ടൻറ്റ് ചെയ്തും എന്ത് ചെയ്യണം, മാച്ച് ചെയ്യാൻ പറ്റും. ഒരേ എമൗണ്ട് ആവണം. നമുക്ക് കാണാം, പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം. അമലിന് കിട്ടിയ ആ പ്രോഫിറ്റ് ഇല്ലേ, അമലിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അമലിൻ്റെ അക്കൗണ്ടൻ്റ് എടപ്പാളിലെ ബിസിനസ്സിലെ പടക്ക കച്ചവടം ദീപാവലിയുടെ 20 ദിവസത്തെ വർക്കിൻ്റെ അക്കൗണ്ട്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും, അമലിൻ്റെ അക്കൗണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഷാക്കിറിൻ്റെ അക്കൗണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. 2ലും കിട്ടിയ പ്രോഫിറ്റ് എന്തായിരിക്കണം, ഒന്നാവും. ഒന്നല്ലെങ്കിൽ എവിടെയോ തെറ്റുണ്ട്. ഓക്കെ അല്ലേ നീരജ? ഓക്കെ അല്ലേ? എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ മൂന്നാമത്തെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഈച്ച് കോവെഞ്ചേഴ്സ് റെക്കോർഡ് ഓൺ ട്രാൻസാക്ഷൻ ഓൺലിയാണ്. അമലിൻ്റെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അമലിൻ്റെ അക്കൗണ്ടൻ്റ് ഇല്ലേ, അയാൾ അമലിൻ്റെ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഷാക്കിറിൻ്റെ അക്കൗണ്ടൻ്റ് ഷാക്കിറിൻ്റെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? മറ്റേലെന്താ പറഞ്ഞ് എല്ലാം ആര് റെക്കോർഡ് ചെയ്യും? അക്കൗണ്ടൻറ്റ്.
അപ്പോൾ അമലിൻ്റെ അക്കൗണ്ടൻറ്റ് ഈ കേസിൽ നമ്പർ 2 ആണെങ്കിൽ എന്നാൽ അമലിൻ്റെ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യും? അമലിൻ്റെയും ഷാക്കിറിൻ്റെ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഷാക്കിറിൻ്റെ അക്കൗണ്ടൻറ്റ് ഷാക്കിറിൻ്റെയും അമലിൻ്റെയും എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. മറ്റടുത്ത് ഏതാണ്? മൂന്നാമത്തെ കേസിലാണ് അമലിൻ്റെ അക്കൗണ്ടൻറ്റ് അമലുമായി ബന്ധപ്പെട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. ഷാക്കിറുമായി ബന്ധപ്പെട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റെക്കോർഡ് ചെയ്യുള്ളൂ. എന്നിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അമലിന് അങ്ങോട്ട് കൊടുക്കാനാവും, ഷാക്കിറിന് കണ്ട് എന്താണ് കിട്ടാനാവും. അങ്ങനെ അത് ആ എമൗണ്ട് ഈക്വൽ ആവും. നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ്. ഇതിൽ എല്ലാം എളുപ്പം തന്നെയാണ്. ചെയ്യുമ്പോൾ ഏറ്റവും പ്രാക്ടിക്കലി ഏറ്റവും എളുപ്പമുള്ളത് ഏതാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു അക്കൗണ്ടൻറ്റിനെ വെച്ച് അയാൾക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത് അയാളുടെ ശമ്പളം കൊടുത്ത് പണിയെടുപ്പിക്കുന്നതാണോ ഓൾറെഡി ഉള്ള അക്കൗണ്ടൻറ്റ് ചെയ്യുന്നതാണോ? ഓൾറെഡി ഉള്ള. അപ്പോൾ 2ഉം 3ഉമാണ് പ്രാക്ടിക്കലി എന്താവുക? സിമ്പിളാവുക. നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാ. ഓക്കെ അല്ലേ? ക്ലിയർ? കാരണം ഇവിടെ നമുക്ക് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ഡെബിറ്റും ക്രെഡിറ്റും ചിന്തിക്കാൻ പറ്റും. മറ്റേൻ്റെ ഇടയിൽ കൂടെ കയറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കുറേ ഇമാജിനേഷൻ എന്ത് വേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് ഇത്, ഫസ്റ്റ് വൺ. ഓക്കെ അല്ലേ? നമുക്കത് നോക്കാം അല്ലേ? എഴുതിക്കോളൂ, നോട്ട് എടുക്കാം.